കുസ്കുസിനെ കൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കിയാലോ. അരിയും ഗോതമ്പും ഒക്കെ ഒഴിവാക്കുന്നവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിതാ 1 കപ്പ് കുസ്കുസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് വേവിക്കേണ്ടതെന്നുള്ള വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇത് 1 കപ്പ് എടുക്കാം. അതുപോലെ തന്നെ അതിന് നമുക്ക് 2 കപ്പ് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ തിളവരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുസ്കുസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം. ഏകദേശം ഒരു 8-10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം നമുക്കിത് മൂടി തുറന്ന് നോക്കിയാൽ മതി. ഇത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഒരു 8-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ മൂടി തുറന്ന് നോക്കുമ്പോൾ ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ ഇത് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വെന്ത് കുഴഞ്ഞു പോകുന്നില്ല, അങ്ങനെ കട്ട പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഇത് കിടക്കും. ഇനി നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാം. ഒരു അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും ഒരു 2-3 പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിനൊക്കെ ഉണ്ടാക്കാൻ നല്ലത്, വെളിച്ചെണ്ണേക്കാളും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു പൊട്ടറ്റോ അതുപോലെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ബ്രൊക്കോളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വേണം കേട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ചേർക്കേണ്ട, കുസ്കുസ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തതാണ്. പിന്നെ വേറെ മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അത് ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഞാനിതിൽ കുറച്ച് ഫ്രോസൺ പീസും പിന്നെ കുറച്ച് സ്വീറ്റ് കോണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ ഫസ്റ്റ് ചേർത്തിട്ട് ഇതൊന്ന് ലാസ്റ്റോട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിതെല്ലാം ഒരുമിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് കൊണ്ട് നമ്മൾ ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കുന്നില്ല, പച്ചക്കറീൻ്റെ വെള്ളത്തിൽ തന്നെ അത് കിടന്ന് വേവുന്നത്. അപ്പോൾ നല്ലപോലെ പച്ചക്കറികളെല്ലാം വെന്ത് കഴിഞ്ഞാൽ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു കുസ്കുസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് ഹെൽത്തി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്